ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയാൽ അപമാനിക്കപ്പെട്ടതിൻ്റെ പേരിൽ ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തു. എൻ്റെ ചോദ്യം നിങ്ങൾ സഹോദരിമാരോടാണ്. റീച്ചിന് വേണ്ടിയാണോ നിങ്ങൾ പലതും ചെയ്യുന്നത്? എങ്കിൽ രക്ഷപ്പെടുന്നത് യഥാർത്ഥ ഞരമ്പന്മാരാണ്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. എനിക്ക് 5 അനിയത്തിമാരാണ്. അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ഞരമ്പന്മാരെ കണ്ട സഹോദരൻ എന്ന നിലയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ബസ്സിൽ മാത്രമല്ല, പല പൊതു ഇടങ്ങളിലും ഒരുപാട് ഞരമ്പന്മാരുള്ള സമൂഹം തന്നെയാണ് നമ്മുടെ നാട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ വളമാകുന്നത് യഥാർത്ഥ സാമൂഹ്യ വിരുദ്ധർക്കാണ്. കാരണം യഥാർത്ഥത്തിൽ പുരുഷന്മാരിൽ നിന്നും മോശം ബിഹേവിയർ നടന്നാലും സ്ത്രീകൾ പ്രതികരിക്കാൻ മടിക്കും. റീച്ചിന് വേണ്ടിയാണ് താൻ പ്രതികരിക്കുന്നത് എന്ന് സമൂഹം തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ഭയം അവരെ അലട്ടും. അതുകൊണ്ട് റീച്ചിന് വേണ്ടിയും ഫേമസ് ആകാൻ വേണ്ടിയും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അത് യഥാർത്ഥ ഞരമ്പന്മാർക്കൊരു വളമാകും. നിങ്ങൾ കഴിവുള്ളവരാണെങ്കിൽ സമൂഹം എന്നെങ്കിലും നിങ്ങളെ തിരിച്ചറിയും. അല്പം വൈകിയാണെങ്കിലും നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടുന്ന അർഹപ്പെട്ട അംഗീകാരം സമൂഹം നൽകുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.